കർത്താവിന്റെ അതിപരിസമായി നമ്മൾ ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനും കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 133 ഒന്നാമത്തെ വാക്യം. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന തിരുവചനത്തിന്റെ ആധികാരികമായ സത്യങ്ങളെ നാം മനസ്സിലാക്കി വചനം നമ്മോട് പറയുന്ന വിധത്തിൽ നാം ജീവിക്കുമ്പോഴാണ്, അഥവാ പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ജീവിക്കുമ്പോഴാണ് ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകത്തുള്ളൂ, രക്തം ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ കാണുന്നത് ക്രിസ്തീയ വിശ്വാസികളെ അഥവാ ക്രിസ്തീയ സമൂഹത്തിന്റെ ഐക്യതയെ വെളിപ്പെടുത്തുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് നാം വായിച്ച ദൈവവചനം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഐക്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ മഹത്വമേറിയതാണ്. പ്രൈസ്. അപ്പം ദൈവത്തോട് നാം എത്രമാത്രം ഭൂമിയിൽ അടുത്തിരിക്കണം എന്നുള്ളത് ഈ വചനത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ദൈവമക്കളായ നാം ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധന്മാരോടും സ്വർഗത്തിലുള്ള വിശുദ്ധന്മാരോടും കൂടെ നാം അനുദിന കൂട്ടായ്മ ആചരിക്കുന്നതിൽ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോടൊപ്പം സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സാറാപ്പുകളും കോടാനുകൂടി വിശുദ്ധന്മാരും അടങ്ങിയിരിക്കുന്ന സംഘത്തോട് ചേർന്ന അത് വിശ്വാസക്കാരാണ് കൂട്ടായ്മ ആചരിക്കുന്നതിൽ നാം ഐക്യതയുള്ളവരായിരിക്കണം. അല്ലേറിയ അതാണ് ദൈവഹിതം എന്നൊക്കെ പറയുന്നത്. അല്ലേറിയ അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1:9-10 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എഫേസ്യർ 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ വായിക്കുന്നത്, അവനിൽ അല്ലിയ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെ ഈ ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേറിയ. അപ്പൊ മുൻനിയമനം എന്നുള്ള ആ ഭാഗം നമ്മൾ ചിന്തിക്കണം. അപ്പൊ ദൈവസ്നേഹത്തിന്റെ ആഴവും നിസ്തുല്യതയും വെളിപ്പെടുത്തുന്നതാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അല്ലേറിയ. അപ്പൊ രക്ഷിക്കപ്പെടാത്തവരെ എന്തിനെങ്കിലും അല്ലേറിയ മുൻനിയമിച്ചു എന്നല്ല. രക്ഷിക്കപ്പെടാത്തവരെ എന്തിനെങ്കിലും നീ മുൻനിയമിച്ചു എന്നല്ല. അല്ലേറിയ. ഉദ്ദേശിക്കുന്നത് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികളെയാണ് നിയമിച്ചിരിക്കുന്നത്. ലോക സ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ, കർത്താവിനെ രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചവർ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നിൽക്കുന്നവരെയാണ് ഇവിടെ പറയുന്നത്. അവരെ യേശുക്രിസ്തു മുഖാന്തരം ദത്തുപുത്രന്മാരാക്കേണ്ടതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളും പദവിയും മനസ്സിലാക്കി ദൈവത്തിന്റെ നിത്യോദ്ദേശം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുൻനിയമനം നടന്നിരിക്കുന്നത്. അപ്പൊ മുൻനിയമിച്ചു എന്ന് പറയുമ്പോൾ, ലോക സ്ഥാപനത്തിനു മുമ്പേ മുൻനിയമിച്ചു എന്ന് പറയുമ്പോൾ അനവധി ക്രൈസ്തവ സമൂഹമുണ്ട്. അല്ലേറിയ. ക്രൈസ്തവ സമൂഹത്തിൽ അനവധി ആളുകളുണ്ട്. ഇനി വേർപെട്ട കൂട്ടങ്ങളിൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവില്ല, സ്നാനമില്ല, രക്ഷയില്ല, മാനസാന്തരമില്ല, കത്രമേശയില്ലാത്ത കുടിക്കീഴിൽ സ്നാനമേൽക്കുന്നവരുണ്ട്. ആമേലരിയ സ്വന്തം മനസ്സാക്ഷിക്ക് ചൂടുവെച്ച് വിവാഹം വിലക്കി ജീവിക്കുന്നവരുണ്ട്. അല്ലേറിയ. പരിശുദ്ധാത്മാവില്ലെന്നും രോഗശാന്തി ഇല്ലെന്നും ഭൂതശാന്തി ഇല്ലെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങനെ വിവിധ വ്യത്യസ്ത നിലകളിൽ പിതാപുത്ര പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ദൈവസഭയ്ക്ക് വിരോധമായി കൾട്ടുപദേശം സ്ഥാപിക്കുന്ന അനവധി സംഘടനകൾ ഈ വേർപാട് കൂട്ടത്തിലുണ്ട്. അവരെല്ലാം ഈ പെന്തക്കോസ്ത് വേർപാടാന്നാ പറയുന്നത്. പക്ഷെ വചനമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ അവരെ ഒന്ന് പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കറിയാം. എന്നാൽ ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച്, അല്ലെങ്കിൽ IPC ഒക്കെ പറയുമല്ലോ, ഷാരോൺ ചർച്ച്, AG ചർച്ച്, അതുപോലെ WME, അതുപോലെ ഈ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ചില വേർപെട്ട ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ, അതുപോലെ ചില മലങ്കര കത്തോലിക്ക അല്ലിയ വിഭാഗത്തിൽ നിന്ന് വന്ന കുറെ അച്ഛന്മാരുടെ ആത്മാവിൽ ആരാധിക്കുന്ന, അങ്ങനെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്ന ന്യൂ ഇന്ത്യ ചർച്ച്, ഇവരൊക്കെ മുൻനിയമനം ചെയ്തു തരാം. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വളരെ കരി തോന്നും. കാരണം മുൻനിയമിക്കപ്പെട്ടവർ വരെ ഉള്ളതെന്ന്. കാരണം പിതാപുത്ര പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരെയാണ് മുൻ നിയമിച്ചതെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുക.
അതിന് വിപരീതമായി പരിശുദ്ധാത്മാവില്ല, അഭിഷേകമില്ല, അന്യഭാഷയില്ല, രോഗശാന്തിയില്ല, നിന്നുപോയി എന്ന് പറഞ്ഞ് സ്വന്തം ഉപദേശം അടിച്ചേൽപ്പിച്ച് ഒരു കൂട്ടം വിശ്വാസികളെ വലയ്ക്കുന്നവരെ ഒന്നും ദൈവം മുൻനിയമിച്ചവരല്ല. അല്ലേരിയ. നിങ്ങളതിനെ എന്ത് വ്യാഖ്യാനിച്ചാലും കുഴപ്പമില്ല. അല്ലേരിയ. ഇവിടെ കാൽവരി സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ക്രിസ്തുവിനോട് കൂടെ ചേർക്കപ്പെട്ടവരായിരിക്കണം. യേശുവിന്റെ കാൽവരി ക്രൂശിലെ സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും എന്ത് ചെയ്യണം? ആ ദൈവസ്നേഹത്തിന്റെ ആഴത്തിൽ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. ക്രൈസ്തവ സമൂഹം ആ ഒരു അനുഭവത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം രക്ഷിക്കപ്പെടാത്തവരും എല്ലാം രക്ഷിക്കപ്പെട്ട് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ഒന്നിച്ചെന്ന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഐക്യതയെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാം ലോകത്തിൽ നേരിടുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഐക്യതയുടെ പ്രാർത്ഥനയിൽ മുന്നേറണം, പ്രാർത്ഥനയിൽ തന്നെ ജയിക്കണമെന്ന് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ രാജ്യങ്ങൾ പോലും കലഹമില്ലാതെ സ്നേഹത്താൽ ഒന്നിച്ചു പോകുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവൻ ഇന്ത്യയോട് എതിർത്ത് നിൽക്കുന്ന അനവധി രാജ്യങ്ങൾ, അതുപോലെ തന്നെ സ്തോത്രം അല്ലെങ്കിൽ ഇസ്രായേലിനോട് എതിർത്ത് നിൽക്കുന്ന അനവധി രാജ്യങ്ങൾ, ഇറാനായിരുന്നാലും റഷ്യ ആയിരുന്നാലും അല്ലെങ്കിൽ തുർക്കി ആയിരുന്നാലും നൈജീരിയ ആയിരുന്നാലും ഇങ്ങനെ സിറിയ ആയിരുന്നാലും, അതുപോലെ തന്നെ സ്തോത്രം അനവധി രാജ്യങ്ങൾ, ഈ ലോകത്തിലുള്ള സകല രാജ്യങ്ങളും തമ്മിൽ ഇടർച്ചകളാണ്, കലക്കമാണ്. അവൾ യുദ്ധസമാനമായ അനുഭവത്തിലാണ്, യുദ്ധഭീതിയിലാണ്. അണ്വായുധങ്ങൾ ശേഖരിച്ച് ബോംബുകളും റോക്കറ്റുകളും മിസൈലും ഒക്കെ ശേഖരിച്ച് ഏത് സമയത്തും രാജ്യങ്ങളെ തമ്മിൽ തകർക്കാൻ ജാഗ്രതയോടെ ഇരിക്കുന്നവരാണ്, പ്രതികാര മനോഭാവമുള്ളവരാണ്. ഹല്ലേലൂയ. രക്തം ചൊരിച്ചിന്റെ അനുഭവമാണ് രാജ്യങ്ങൾ തമ്മിൽ നേരിടുന്നത്. ഹല്ലേലൂയ. ആർക്കും ഐക്യതയില്ല. ഈ രാജ്യത്തിനകത്ത് താമസിക്കുന്ന ജനങ്ങളാണ് വിവിധ മതവിഭാഗങ്ങളാണ്. ഈ മതവിഭാഗങ്ങളിടയിൽ ഐക്യതയില്ല, സ്നേഹമേ ഇല്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ 131 വാക്യം വായിച്ചതുവരെ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും മനോഹരമാകുന്നു എന്ന് പറഞ്ഞ് ആ വചനം എഴുതിയിരിക്കുമ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ വചനത്തിന്റെ സത്യത്തിലാണ് ജനം ജീവിക്കുന്നെങ്കിൽ ഈ ലോകത്ത് യുദ്ധങ്ങൾ കാണത്തില്ല, പ്രശ്നങ്ങൾ കാണത്തില്ല, രക്തച്ചൊരിച്ചിൽ കാണത്തില്ല. പക്ഷെ എന്താണ് നടക്കുന്നത്? രക്തച്ചൊരിച്ചിൽ കൊണ്ട് സമാധാനമില്ലാത്തൊരനുഭവം അത് ഈ കാലഘട്ടത്തിൽ വന്നതാണ്. എന്നാൽ ദൈവവചനം എന്താണ് പഠിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കലഹമില്ലാതെ രാജ്യങ്ങൾ തമ്മിൽ ഒന്നായിട്ട് ചേർന്ന് ഒന്നിച്ച് നിൽക്കുന്ന ഒരു അനുഭവം വേദപുസ്തകം പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഭർത്യരും മേദ്യരും ഏലാമ്യരും മെസോപ്പൊത്തേമിയയിലും യഹൂദയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസിയിലും ഫ്രൂഗയിലും പമ്പുലിയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. എത്ര വലിയ ആളുകളാണ്, എത്ര കൂട്ടം ആളുകളാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കാതെ, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ, രാജ്യങ്ങൾ തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഓരോരുത്തരും അവരുടെ ഭാഷകളിൽ സംസാരിക്കുന്ന, ദൈവത്തോട് സംസാരിക്കുന്ന ദൈവശബ്ദം കേട്ടു. ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ സ്നേഹത്താൽ ഒന്നിക്കുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധങ്ങളില്ല, യുദ്ധശ്രുതികളില്ല, വെടിക്കോപ്പുകളില്ല, മിസൈലുകളില്ല, ആയുധങ്ങളില്ല. വർഗീയത അവർ പറയത്തില്ല. അവർ പള്ളിയിൽ ആയുധങ്ങൾ അവർ ശേഖരിച്ചു വെക്കാറില്ല. ഹല്ലേലൂയ. അവർക്ക് അല്ലെങ്കിൽ ബന്ധുകളില്ല, ഹർത്താലുകളില്ല, പൊതുമുതൽ അടിച്ച് തകർക്കുന്നില്ല, റോഡിൽ ഈഗ്ലാവ് വിളിയില്ല, ജയ് വിളിയില്ല. അവർക്ക് പ്രതികാരം തീർക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന് ഇല്ലാത്തതിന്റെ കാരണം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളുടെ വിവിധ ഭാഗത്തു നിന്ന് യെരൂശലേമിൽ ആരാധിക്കാൻ വന്നവരെല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി അവർ പറഞ്ഞു, ഇവർ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ഭാഷകളിലാണ്, അവർ സംസാരിക്കുന്ന ദൈവത്തോടുള്ള വൻ കാര്യങ്ങളാണ്, അതുകൊണ്ട് നമുക്ക് കലഹിക്കേണ്ട, അവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട്
അവരെല്ലാം ഒന്നിച്ച് പത്രോസിന്റെ പ്രസംഗം കേൾക്കാൻ കടന്നു വന്നു. പത്രോസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടുവരായി അവർ 3000-ഓളം പേര് സ്നാനപ്പെട്ടു. അന്നൊരു പക്ഷേ പത്രോസ് പറഞ്ഞു കാണും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമനോഹരമാകുന്നു. അതുകൊണ്ടാണ് സഹോദരി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കലഹിക്കാത്തവനായി സ്നേഹിക്കുന്നവനായി മാറും. ഐക്യതയുടെ അതാണ് അവന്റെ വേർപെട്ട കൂട്ടങ്ങളിൽ പെന്തക്കോസ്ത് നാളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന്മേൽ ആ ദൈവിക ആ സൗമ്യതയുടെ അനുഭവത്തെ ഐക്യതയെ കൊണ്ടുവന്നത് ഈ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കലഹിക്കാത്തത്. ഞങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ട് സൗഹാർദ്ദമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനമായി ദൈവം 1-ാം നൂറ്റാണ്ട് തൊട്ട് തന്റെ ദാസന്മാരെ ഉപയോഗിച്ച് കഴിഞ്ഞ 100-ലധികം വർഷമായിട്ട് നമുക്കറിയാം, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ക്രൈസ്തവ വിശ്വാസികളെ ദൈവം തെരഞ്ഞെടുത്ത മുൻനിർണയിക്കപ്പെട്ട ലോക സ്ഥാപനത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ദൈവം തന്റെ വചനവുമായി അയച്ചതിന്റെ പേരിൽ അനേക രാജ്യങ്ങൾക്കകത്ത് സുവിശേഷത്തിന്റെ അഗ്നി ആളിക്കത്തി രക്തം ചെയ്യും. അനേകർ തങ്ങളുടെ പാപ സ്വഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി പെന്തക്കോസ്ത് നാളിൽ പത്രോസിന്റെ അരികിലേക്ക് ഓടി വന്നതോ അനേകായിരങ്ങൾ ലോക രാജ്യങ്ങൾ ഓടി വന്ന് അവർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞു. അവർ രക്ഷിക്കപ്പെട്ടു. അവർ ജലത്തിൽ സ്നാനപ്പെട്ടു. വിശുദ്ധ ജീവിതത്തിനുവേണ്ടി അവരെ വേർതിരിച്ചു. അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നു. അവർ ആത്മാവിൽ ആരാധിച്ച് രാജ്യത്തിന് വേണ്ടി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ രാജ്യങ്ങളോട്, സഹപ്രവർത്തകരോട്, സഹവിശ്വാസികളോട്, സഹജീവികളോട് സഹതാപം കാണിക്കാൻ അവർക്ക് കാരണമായി. അതുകൊണ്ട് ഐക്യത നിലനിർത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്, ലോകസ്ഥാപനത്തിനു മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട മുൻനിയമിക്കപ്പെട്ട ജനത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയും, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. ഈ വചന ലോകത്തിൽ വെളിപ്പെട്ട ഈ വചനത്തിന്റെ സത്യം ലോകം മനസ്സിലാക്കിയാൽ രാജ്യങ്ങൾ തമ്മിൽ ഒരിക്കലും കലഹിക്കത്തില്ല. ഈ ലോക രാജ്യങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങത്തില്ല. ഹല്ലേലൂയ. അപ്പൊ സത്യവേദപുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം, ആ വചനത്തിൽ നാം വിശ്വസിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ വിവിധ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവം, ഞങ്ങൾ പറയുന്ന സത്യം ഞങ്ങൾ ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് ദൈവത്തിന്റെ വചനം ഭൂമിയുടെ ഏത് തിരുക്കോണിൽ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവിടെ കലഹം ഉണ്ടാക്കുന്നവരല്ല ഞങ്ങൾ, പ്രശ്നം സൃഷ്ടിക്കുന്നവരല്ല ഞങ്ങൾ, മതം മാറ്റുന്നവരല്ല, ആരുടെ ഇടയിൽ ഭിന്നതയുണ്ടാക്കുന്നവരല്ല. ഞങ്ങൾ പറയുന്ന നിങ്ങൾ ഐക്യത്തിന്റെ ആത്മാവിൽ സ്നേഹത്താൽ നിറഞ്ഞ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന പോലെ രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ തമ്മിൽ, ഭരണ സംവിധാനങ്ങൾ തമ്മിൽ, മതങ്ങൾ തമ്മിൽ നിങ്ങൾ ഒത്തൊരുമയോടെ വസിക്കണം. ഐക്യത്തിന്റെ ആത്മാവിനെ പ്രാപിക്കണമെന്നാണ്. ഐക്യത ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ലോകത്തിൽ നമുക്ക് പ്രശ്നമുണ്ടോ? അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരമാകുന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, സഹോദരന്മാരുടെ കൂട്ടായ്മയെക്കുറിച്ച് ദാവീദ് ഇപ്രകാരം എഴുതി. അല്ലെങ്കിൽ സഹോദരന്മാരുടെ കൂട്ടായ്മയെക്കുറിച്ച് ദാവീദ് എഴുതി. 133-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചു. ഹല്ലേലൂയ. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. 2 ഉപമാനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. 2 ഉപമാനങ്ങൾ രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഒന്ന് മഹാപുരോഹിതനായ അഹരോന്റെ അഭിഷേക വേളകളിൽ അല്ലെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒഴിക്കുന്ന ആ സൗരഭ്യം തൂകുന്ന വിശേഷ തൈലം. മറ്റൊന്ന് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന സന്തോഷം. അത് ഹെർമോന്റെ പഞ്ഞു പോലെ. 2 ഉപമാനങ്ങൾ കൂടെ ക്രിസ്ത്യ സഭയുടെ ഐക്യതയുടെ വെളിപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ എത്രമാത്രം ഐക്യത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്. അപ്പൊ 2-ാം വാക്യം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. 2-ാം വാക്യം പറയുന്നത്, 2-ാം വാക്യത്തിൽ ഈ സഹോദര ഐക്യത്തെ അഹരോന്റെ തലയിൽ ഒഴിക്കുന്ന പരിമള തൈലത്തോട് ഉപമിപ്പിക്കുകയാണ്. ഈ വിശേഷ തൈലം വ്യത്യസ്ത ഗുണവിശേഷമുള്ള വിവിധ വസ്തുക്കൾ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പുറപ്പാട് പുസ്തകം, ഹല്ലേലൂയ സ്തോത്രം, 30-ാം അധ്യായം 22,
തൊട്ട് അല്ലെങ്കിൽ വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ക്രിസ്തീയ സഭയുടെ ഒരു നല്ല ചിത്രമാണിത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം, അപ്പനും മക്കളും തമ്മിൽ ഐക്യത ഉണ്ടായിരിക്കണം, നാം നിൽക്കുന്ന സമൂഹത്തോട് നമുക്ക് ഐക്യത ഉണ്ടായിരിക്കണം, അധികാര വർഗങ്ങളുമായിട്ട് നമ്മൾ ഐക്യതയിൽ കടന്നു പോകണം, ഭരണ സംവിധാനങ്ങളുമായിട്ട് നമ്മൾ ഐക്യതയിൽ കടന്നു പോകണം. മാത്രമല്ല നമ്മുടെ സഭയ്ക്കകത്ത് ഐക്യത ഉണ്ടായിരിക്കണം, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് ഐക്യത ഉണ്ടായിരിക്കണം, ദൈവ ഭക്തന്മാരുമായിട്ട് ഐക്യത ഉണ്ടായിരിക്കണം, നാം ദൈവത്തോട് ഐക്യത പുലർത്തണം. ഇന്നത്തെ ഭരണ സംവിധാനത്തിനകത്ത് ഒരു ഐക്യതയില്ല. ഇന്നത്തെ നമ്മുടെ കേരളം ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾ ഭരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് വോട്ട് നേടി അധികാരത്തിന്റെ കസേരയിൽ കയറിയെന്ന് കഴിഞ്ഞപ്പം ഏത് തോന്നിവാസവും ഏത് താതോന്നിത്തരം കാണിക്കാൻ മടിയില്ലാതെ ഉളുപ്പില്ലാതെ പാപം ചെയ്തിട്ട് ഞെളിഞ്ഞു നടക്കുന്ന അനവധി ഭരണ സംവിധാന രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നിട്ട് അവർ ഒരുപാട് വീരവാദങ്ങൾ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ജനത്തെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന, ജനത്തെ വിട്ടികളാക്കുന്ന ചില സംസാര ശൈലിയുമായിട്ട് കടന്നു വരുന്നവരെ കാണത്തില്ലേ? ഐക്യത നഷ്ടപ്പെട്ടു പോയ ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ കോലാഹലങ്ങൾ, രാഷ്ട്രീയ കോമരങ്ങൾ. ഹല്ലേലൂയ. ഇവിടെയൊക്കെയാണ് നിങ്ങൾ ആദ്യം ചെയ്ത പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങമേൽ വന്നു കഴിഞ്ഞപ്പം വിവിധ രാജ്യങ്ങളിലുള്ളവർ ഒന്നിച്ചു കൂടിയിട്ട് പറയുക, ഇവരെല്ലാവരും നമ്മുടെ ഭാഷയിലാണല്ലോ സംസാരിക്കുന്നതെന്നാണ്. അതേ സ്നേഹിത, നീ ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും, ഏത് മത നേതാവായിരുന്നാലും, ഏത് രാഷ്ട്രീയ നേതാവായിരുന്നാലും നിന്റെ ഉള്ളിൽ ഐക്യത ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് മറ്റൊരുവനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. വ്യക്തം ചെയ്യും. അല്ലെങ്കിൽ അപ്പൊ എല്ലായിടത്തും ഐക്യത വേണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത ഉണ്ടാകണം. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയില്ലെങ്കിൽ ആ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടും. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അപ്പനും അമ്മയും മക്കളുമായിട്ട് ഐക്യതയില്ലെങ്കിൽ എന്ത് ചെയ്യും? സഭയ്ക്കകത്ത് നീ ഐക്യത പുലർത്തുന്നില്ലെങ്കിൽ നീ മുഖാന്തരം സഭ തകരും. വ്യക്തം ചെയ്യും. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വരം വായിക്കും, സഭയുടെ അംഗങ്ങൾ വിവിധ സ്വഭാവവും കഴിവും ഉള്ളവരാണെങ്കിലും പരിശുദ്ധാത്മാവുള്ള ഐക്യം അവയെ എല്ലാം ഒന്നാക്കി തീർക്കുന്നു. ഒരു സഭയ്ക്കകത്ത് കടന്നു വരുന്ന പല അപ്പന്റെ അമ്മയുടെ മക്കളെ, പല കുടുംബത്തിൽ പല ജീവിത സാഹചര്യം ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. എല്ലാവർക്കും ഒരേപോലെ അറിവ് കാണത്തില്ല, പരിജ്ഞാനം കാണത്തില്ല, വിവേകം കാണത്തില്ല, കഴിവ് കാണത്തില്ല. വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ളവരാണ്. പക്ഷേ അവർ സഭയ്ക്കകത്ത് കടന്നു വന്നു കഴിയുമ്പോൾ, സഭയിൽ കൂടി വന്ന് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയോട് കൂടി ഒന്നിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ ഒരു ഐക്യതയുള്ളവരായി മാറണം. ഈശ്വരോട് ഹല്ലേലൂയ. സഭയ്ക്കകത്ത് ഐക്യത പുലർത്തണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സഭയ്ക്കകത്ത് അടിയും ബഹളവും ചവിട്ടും കുത്തും തെറിവിളിയും അസഭ്യം കണക്കും, സഭയ്ക്കകത്ത് അധികാരങ്ങളും സ്ഥാനമാനങ്ങളും രാഷ്ട്രീയമൊക്കെ സഭയ്ക്കകത്ത് വന്നു കൂട്ടിയത്? സഭയ്ക്കകത്ത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ജനങ്ങളില്ലാതെ ചെടികന്മാർ സഭയ്ക്കകത്ത് കടന്നുകൂടി കഴിഞ്ഞപ്പോൾ സഭ ഒരുവിധ സമരാങ്കണ ഭൂമി പോലെയായി മാറി. സഭ ഒരുവിധ സമരം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലം പോലെയായി. അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ നമ്മുടെ എല്ലാ സഭകളും അങ്ങനെ ഏത് സമയത്തും ഏത് സമയത്തും പത്തി വിടർത്തുന്ന മൂർഖൻ ബാബിനെ പോലെ സഭയ്ക്കകത്ത് ഐക്യത നഷ്ടപ്പെടുത്തി ഭക്തി അല്ലുള്ളത് പത്തി വിടർത്തുന്നവരായി മാറി. സഭയ്ക്കകത്ത് എന്താ വേണ്ടത്? പരിശുദ്ധന്മാവ് നിറയപ്പെട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഭക്തി ഉണ്ടായിരിക്കണം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് ഭക്തി നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അവർക്ക് പാമ്പിന്റെ പത്തി അവർ വിടർത്തും. ആരെവേണേലും കൊത്തും. അവർ ആരെവേണേലും കൊത്തും. വിഷം ചീറ്റുന്ന, വിഷം തുപ്പുന്ന മഹാസർപ്പങ്ങളായി, വിഷത്തെക്കാൾ കഠിനമായ കൊടിയ വിഷയമുള്ള ആളുകൾ സഭയ്ക്കകത്ത് വന്നു കൂടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സഭയുടെ ഉപദേശത്തിനകത്ത് വിള്ളൽ വന്നു. സഭയുടെ ഐക്യത നഷ്ടപ്പെട്ടു. സഭയ്ക്കകത്ത് ദുരുപദേശം കയറിക്കൂടി. അനവധി ദുരുപദേശന്മാർ സഭയ്ക്കകത്ത് വിഷം തുപ്പുന്നത് പോലെ പലരെയും വിഷം നിറയ്ക്കുക. അനേക ദുരുപദേശങ്ങൾ, ഒരുപാട് ന്യൂ ജനറേഷൻ ചർച്ചകളൊക്കെ ഇന്നത്തെ പണലാഭത്തിനു വേണ്ടി സുവിശേഷം ഒരു ബിസിനസ്സാക്കി മാറ്റിക്കൊണ്ട് വിഷം തുപ്പുന്നത് പോലെ പലരുടെ മേലും വിഷം തുപ്പി വെച്ച് സഭയെ ഇടർച്ച വരുത്തി, സഭയ്ക്കകത്ത് കലക്കം വരുത്തി സഭയെ ഭിന്നിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഐക്യം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ 133 സങ്കീർത്തനം എന്താ പറയുക? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭം മനോഹരമാകുന്നു. അത് വസ്ത്രത്തിന്റെ വെളുപ്പിലേക്കും നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും സുഗന്ധം പരത്തണ സഭയ്ക്കകത്ത്.
നിന്റെ ജീവിതത്തിൽ നീ സുഗന്ധം പരത്തുന്നവളായിരിക്കണം. നീ സുഗന്ധം വീശുന്നവനായിരിക്കണം. സഭയ്ക്കകത്തും കുടുംബത്തിനകത്തും ജീവിതത്തിലും സമൂഹത്തിലും ജോലി സ്ഥലത്തും എല്ലാം നീ സൗരഭ്യം പരത്തുന്നവനായിരിക്കണം, സൗരഭ്യം പരത്തുന്നവളായിരിക്കണം. ഹല്ലേലൂയ. അല്ലാതെ നീ പ്രശ്നക്കാരിയായി മാറരുത്. ഇന്നത്തെ കാലഘട്ടം നമ്മുടെ സഭയുടെ അനുഭവങ്ങളും ക്രൈസ്തവ സമൂഹത്തിന്റെ ഇനി മറ്റുള്ള ഇതര സമൂഹത്തിന്റെയും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ഐക്യതയുണ്ടോ? അത് നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ എന്താ? അല്ലെ, വിവിധ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി അവർ ഒന്നിച്ച് പത്രോസിന്റെ അരികിലേക്ക് വന്നു. അവർ തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞു. അവർ പറഞ്ഞു, നാം എല്ലാം അറബിക്കാരാണല്ലോ, നമ്മളെല്ലാം ഒരു ഭാഷ നമ്മുടെ ഭാഷയിലാണല്ലോ ദൈവത്തോട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. ശ്രോതാവി, കർത്താവിന്റെ വരവേറ്റു വാസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ഐക്യത ആത്മാവിൽ നിലനിർത്തണം. ഈ പല ഭവനങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴേ ഒരിക്കലും ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യതയില്ല. ഭാര്യയും ഭർത്താവും ഒരിക്കലും ഐക്യതയില്ല. ഒന്നി ഭാര്യ ഭർത്താവിനെ കുറ്റം പറയല്ല, ഭർത്താവ് ഭാര്യയെ കുറ്റം പറയല്ല, മക്കളും അപ്പനും അമ്മയും ഒന്നിച്ചു കുറ്റം പറയും. ഇതെല്ലാം കേൾക്കുന്നത് സഭയുടെ ഇടയനാ. ഹല്ലേലൂയ. അപ്പോൾ സഭയ്ക്കകത്ത് ഐക്യത നഷ്ടപ്പെടും. കുടുംബത്തിന്റെ ഐക്യം നഷ്ടപ്പെടുമ്പോൾ കുടുംബത്തിനൊക്കെ ഐക്യതയില്ലാതെ അവർ കലശൽ കൂട്ടിയിട്ട് അവർ സഭയിലേക്ക് കടന്നു പോകുമ്പോൾ സഭയ്ക്കകത്ത് പ്രതികാരം തീർക്കും. സഭയ്ക്കകത്ത് പ്രതികാരം പിന്നെ വീട്ടിൽ വെച്ച് പറയാൻ പറ്റുന്നത് ചില സഭയിലാണ്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ വെച്ച് ഭർത്താവിനെതിരെ ആക്രോശിക്കാൻ കഴിയാത്തതുകൊണ്ട്, മക്കൾക്കെതിരെ ആക്രോശിക്കാൻ ഭാര്യനെതിരെ ആക്രോശിക്കാൻ കഴിയാത്തതുകൊണ്ട് സഭയ്ക്കകത്ത് വന്നിട്ട് സഭയുടെ സാക്ഷ്യത്തിന്റെ സമയത്താണ് എഴുന്നേറ്റ് പിന്നെ ഭർത്താവ് ഭാര്യയോട്, മക്കളോട്, സഭയോട് പ്രതികാരം തീർക്കുന്നത്. ഹല്ലേലൂയ. അതായത് അങ്ങാടി തോറ്റ അമ്മയോടെന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ എന്നത്തെ സഭ ഐക്യത നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത്രമാത്രം മനുഷ്യൻ ചെട്ടികന്മാരായി മാറി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവ് പിതാവ്, ഇനി മടങ്ങി വന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മടങ്ങി വന്ന് അതെ, അഭിഷേക തൈലം എന്നത് ഒരു മനുഷ്യന്റെ ശരീരം മുഴുവനുള്ളതാണ്. അഭിഷേക തൈലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം മുഴുവൻ, നമ്മുടെ ആത്മാവിൽ മാത്രമല്ല ശരീരമാസകരം അഭിഷേക തൈലത്തിന്റെ സൗരഭ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. തലയിൽ ഒഴിക്കുന്ന തൈലം, അവരവന്റെ തലയിൽ ഒഴിച്ച ആ തൈലം, ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അത് അവന്റെ വസ്ത്രത്തിന്റെ വെളുപ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി മാറിയതുപോലെ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പകർന്നു കഴിയുമ്പോൾ, ഹല്ലേലൂയ, അഭിഷേകം നമ്മുടെ ശരീരമാസകലം നിറഞ്ഞു നിൽക്കണം. ശിരസ് തൊട്ട് ഉള്ളംകാല് വരെ എല്ലാം നാട്ടി നരമ്പ് ജോയിന്റുകളിൽ രക്തരവൻ പേശികളിലും ഒക്കെ ഹല്ലേലൂയ, നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും നോട്ടത്തിലും ചിന്തയിലും നമ്മുടെ കേൾവിയിലും നമ്മുടെ കൊടുക്കലും വാങ്ങൽ ഇടപാടുകളിലെല്ലാം അഭിഷേകത്തിന്റെ സൗരഭ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എങ്കിലേ നമുക്ക് സമാധാനത്തോടെ ഐക്യത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അഭിഷേകം എന്ന് പറയുന്ന ആത്മാവിൽ മാത്രം നിറയേണ്ടതല്ല, ശരീരമാസകരമുള്ളതാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഈ 131 2 വാക്യം വായിച്ചാൽ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അഭിഷേക തൈലം ഉള്ളംകാൽ വരെ ഒഴുകി വരുന്നതായിട്ട് കാണാൻ കഴിയും. അതുപോലെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മുഴുവൻ ശരീരത്തിലുള്ള അവയവങ്ങളെ മാത്രമല്ല ആത്മാവിനെയും കൂടെ നിറയ്ക്കുന്നതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിനെ മാത്രമല്ല നിങ്ങളുടെ മുഴുവൻ ശരീരത്തെ നിറയ്ക്കുന്നതാണ് അഭിഷേകം. ആ അഭിഷേക തൈലം സകല ജനങ്ങളെയും കൂടി ഒരുമിച്ച് ചേർക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേക തൈലം എന്ന് പറയുന്നത് സകല ജനങ്ങളെയും കൂടി ഒരുമിച്ച് ചേർക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ മേൽ ദൈവം അഭിഷേകം പകർന്ന് നീ അഭിഷേകത്തിൽ അന്യഭാഷയിൽ നീ ദൈവത്തെ സ്തുതിക്കുന്നവളാണെങ്കിൽ നിന്റെ കുടുംബത്തിലെ ഉള്ള എല്ലാവരും ഒരുമിച്ച് ചേർക്കുവാൻ വേണ്ടിയിട്ടാണ് നിനക്ക് അഭിഷേകം തന്നത്. അമ്മായിയും മരുമോളും കൂടെ തമ്മിൽ കലഹിക്കുന്ന വീട്ടിലെ വിശ്വാസികളുടെ വീട്ടിൽ അവർ അന്യഭാഷയിൽ ആരാധിക്കുന്നുണ്ട്. ഓർത്തോണം, ആ അന്യഭാഷ ദൈവത്തിൽ നിന്നുള്ളതല്ല, മറ്റെവിടുന്ന് പ്രാപിച്ചത്. അവര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷയിൽ അവർ ആരാധിക്കുന്നുണ്ടെങ്കിൽ സഭയിലുള്ളവരായിരുന്നാലും കുടുംബത്തിലുള്ളവരായാലും ഭവനത്തിൽ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിൽക്കണം. അപ്പനും അമ്മയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒന്നിച്ച് നിൽക്കണം. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാകുന്ന തൈലം നിന്റെ കുടുംബത്തിൽ നിന്നിൽ നിറച്ചത്.
ഇന്നത്തെ കുടുംബത്തിനകത്ത് അതുണ്ടോ? അഭിഷേകത്തെ നിറയപ്പെട്ട് വലിയ ആരാധന, വലിയ അനുഭാഷ പറയുന്നവരുടെ കുടുംബത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ അഭിഷേകം പിന്നെ പറയുന്നത് കേൾക്കണം. ഹല്ലേലൂയ. ദൈവാത്മാവ് തന്ന അഭിഷേകമല്ല, അല്ലാതെ അവര് പ്രാപിച്ചൊരു അഭിഷേകമുണ്ട് ലോകത്തിൽ നിന്ന്. അതങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് കഴിയുമ്പോഴും എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഈ തക്കാളിച്ചാക്ക് പൊട്ടിച്ചിട്ടതുപോലെ ആകും. അല്ലെങ്കിൽ തക്കാളി ചാക്ക് പൊട്ടിച്ചിട്ട് നിങ്ങൾ മാർക്കറ്റിൽ പോയി കാണണം. കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചാക്ക് കാണുമ്പോൾ ചിലതൊക്കെ വെള്ളം പൊട്ടി ഒഴുകി ദുർഗന്ധം വമിക്കുന്നത് കാണാം. പൊട്ടിച്ചിട്ടും പൊട്ടിയതും ചളുങ്ങിയതും വഴുകിയതും എല്ലാം കൂടെ കാണാം. അതിനകത്തുനിന്നാണ് ഈ നല്ലത് തിരഞ്ഞെടുത്ത് നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ ചിലരെയൊക്കെ വീട്ടിൽ കഴിഞ്ഞ് ഈ തക്കാളി ചാക്ക് പൊട്ടിച്ചിട്ടിരിക്കുന്ന പോലെ ദുർഗന്ധം വമിക്കുന്ന വാക്കുകളാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അമ്മായിമ്മയും മരുമകളും കൂടെ പറയുന്ന വാക്കുകൾ. കുടുംബത്തിൽ മരുമക്കൾ കടന്നു വരുന്ന മരുമകളും നാത്തൂമാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, സഭയ്ക്കകത്ത് വന്ന ഇടയിലും എല്ലാം വിശ്വാസമുള്ള വാക്കുകൾ, സഹവിശ്വാസമുള്ള വാക്കുകൾ, ദുർഗന്ധം വമിക്കുന്നത്. എൻ്റെ ഏരിയ ഇവിടെയല്ലേ നമുക്ക് ഐക്യത വേണ്ടത്? എന്തിനാണ് നിനക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തന്നത്? സകല ജനങ്ങളോട് ഒത്തൊരുമിച്ച് വസിക്കാൻ വേണ്ടിയിട്ടാണ്. സകല ജനങ്ങളുമായി ഒത്തൊരുമിച്ച് വസിക്കുവാൻ. ഇതാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എത്ര ശുഭവും മനോഹരം. അഭിഷേകം നിനക്ക് വെറുതെ തന്നതല്ല, അഭിഷേകത്തിന് വിലയുണ്ട്. അഭിഷേകം ദൈവം നിനക്ക് തന്നത്. പല രാജ്യങ്ങളിൽ കിടന്നവരെ ഒന്നിച്ച് ചേർപ്പാൻ അഭിഷേകത്തിന് കഴിഞ്ഞെങ്കിൽ നിന്നെ കേൾക്കുന്നവർ, എന്നെ കേൾക്കുന്നവരെ, സഹോദര സഹോദരി, നിന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞാൽ നീ സകലരുമായി ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ വസിക്കണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി ഹല്ലേലൂയ 2-9 വാക്യം വായിച്ചല്ലോ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിഞ്ഞു പല രാജ്യങ്ങളെയും പല ഭാഷകളെയും പല ഗോത്രങ്ങളോട് ഒരുമിച്ച് ചേർത്തതുപോലെ. അഭിഷേകം വന്നാൽ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണം. അഭിഷേകം വലിയ കലവുണ്ടാക്കും. ഹല്ലേലൂയ. പല സഭകളും ഭയങ്കര പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഉപവാസവും ഒക്കെയാ, പക്ഷേ ഒത്തൊരുമിച്ചുള്ള ഐക്യതയില്ല. വലിപ്പച്ചെറുപ്പം, ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വെളുപ്പ് പറഞ്ഞ്, സൗന്ദര്യം പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ്, പണം പറഞ്ഞ്, വിദ്യാഭ്യാസം പറഞ്ഞ് സഭയ്ക്കകത്ത് കലക്കമുണ്ടാകുന്ന ജാതിപ്പൂര് സൃഷ്ടിക്കുന്ന കോമരത്തങ്ങൾ അല്ലെ സഭയ്ക്കകത്തുണ്ടെന്ന്. ജാതിപ്പൂര്, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുക, പണത്തിന്റെ പ്രതാപം കാണിക്കുക. അല്ലെങ്കിൽ അങ്ങനെയല്ല സഭ എന്ന് പറയുന്നത്. അഭിഷേകം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഈ താഴ്മയുള്ളവനായി മാറണം. ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാണ്? നമ്മൾ താഴ്മയുള്ളവരായി മാറുവാൻ, സൗമ്യതയുള്ളവരായി മാറുവാൻ, സ്നേഹമുള്ളവരായി മാറുവാൻ, സന്തോഷമുള്ളവരായി മാറുവാൻ, മറ്റുള്ളവരെ ഒത്തൊരുമിച്ച് ചേർത്ത് പിടിക്കുവാനുള്ള മനസ്സും ഹൃദയമുള്ളവരായി മാറുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് അഭിഷേകത്തെ തന്നത്. അല്ലാതെ പിറുപിറുക്കുവാനല്ല, കലഹം ഉണ്ടാക്കുവാനല്ല, ചേരിതിരിവുണ്ടാക്കുവാനല്ല, സഭയെ പിളർത്തുവാനുള്ളതല്ല, ദിവ്യാഗ്രഹത്തിനുള്ളതല്ല, വമ്പ് പറയാനുള്ളതല്ല, ദൂഷണം പറയാനുള്ളതല്ല, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുവാനുള്ളതല്ല. അഭിഷേകം എന്ന് പറയുന്ന സകലരും ചേർത്ത് പിടിച്ച് ഒന്നിച്ച് ആ നിത്യതയുടെ സന്തോഷത്തിൽ എത്തുവോളം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പൊ ചുമ്മാ ഈ അഭിഷേകം ഒന്ന് പ്രാപിച്ചിട്ട് നമ്മൾ അതെന്ത് ആ അഭിഷേകത്തെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിന്റെ മഹത്വത്തെ നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. അഭിഷേകം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ 133 സംഗീതത്തിന്റെ 3 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു, അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നതെന്ന് 3 വാക്യത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. 3 വാക്യത്തിൽ സഹോദര ഐക്യത്തെക്കുറിച്ച് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞിനോടാണ് ഉപമിക്കുന്നത്. സിയോൻ പർവ്വതവും അതുപോലെ ഹെർമോൻ പർവ്വതവും ഹല്ലേലൂയ വിദൂരത്തിലുള്ള 2 പർവ്വതങ്ങളാകിയാൽ ഈ പ്രയോഗം ശരിയാണോ എന്ന് ചിലർ സംശയിച്ചേക്കാം. പക്ഷേ ആവർത്തന പുസ്തകം 4:45 ഹെർമോൻ എന്ന സിയോൻ പർവ്വതം, ഹെർമോൻ എന്ന സിയോൻ പർവ്വതം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് എന്ന പ്രയോഗം തെറ്റല്ല. ഈ ഹെർമോന്യ മഞ്ഞ് മാലിന്യമേശാത്തതും നിശബ്ദമായി പെയ്യുന്നതാണ്. ഈ ഹെർമോന്യ മഞ്ഞെന്ന് പറയുന്നത്, സിയോൻ പർവ്വതത്തിൽ ഹെർമോന്യ മഞ്ഞെന്ന് പറയുന്നത് മാലിന്യമേർക്കാത്തതാ, വളരെ നിശബ്ദമായി പെയ്തിറങ്ങുന്നതാണ് ഈ മഞ്ഞെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥമായ സഹോദര ഐക്യം ഒച്ചപ്പാടില്ലാത്തതും കലഹമില്ലാത്തതും സ്നേഹത്താൽ ഒരുമയോടെ മുന്നോട്ട് പോകുന്നതുമായിരിക്കണം.
ഹല്ലേലൂയ. അപ്പൊ ലോകത്തിന്റെ മാലിന്യങ്ങളെ ഏൽക്കാത്ത, ലോകത്തിന്റെ മാലിന്യങ്ങൾ പെടാത്ത ഹെർമോന്യ മഞ്ഞ് പോലെ ദൈവമക്കളുടെ മേൽ ആ അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു കഴിയുമ്പോൾ ദൈവമക്കൾ ഒച്ചപ്പാടുണ്ടാക്കാത്ത, പ്രശ്നമുണ്ടാക്കാത്ത, കലഹമുണ്ടാക്കാത്ത ഒരനുഭവത്തിലൂടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൊണ്ടുവരണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇന്നത്തെ സമൂഹത്തെ നിങ്ങൾ നോക്കിയാട്ട്, ഹല്ലേലൂയ, സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിഞ്ഞു തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാട്ട് എവിടെ നോക്കിയാലും ഒച്ചപ്പാടുകളാണ്. ഹല്ലേലൂയ. എവിടെ നോക്കിയാലും ഒച്ചപ്പാടുകൾ. എന്തുകൊണ്ടാണ്? അധികാരത്തെ കൈയാളാൻ വേണ്ടി, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി, ഞാനാണ് വലിയവൻ, ഞാനാണ് ശ്രേഷ്ഠൻ, എന്നെക്കാൾ വലിയവൻ ആരുമില്ല, ഞാനാണ് ഏറ്റവും ഉത്തമൻ. ഹല്ലേലൂയ. ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന് പറഞ്ഞ് വലിയ ഹല്ലേലൂയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി ഒരു കൂട്ടം ആളുകൾ, ഹല്ലേലൂയ, ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കോലാഹലം ഉണ്ടാക്കി, ഞങ്ങളുടെ രാജ്യമാണ് വലുത്, ഞങ്ങളുടെയാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് തമ്മിലടിക്കുന്ന രാജ്യരാഷ്ട്രങ്ങൾ, രാഷ്ട്രത്തലവന്മാർ, ഹല്ലേലൂയ, എല്ലാം ഞങ്ങളാണ്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സ്വഭാവം, നീ എത്ര ഉത്തമനായിരുന്നാലും, എത്ര ശ്രേഷ്ഠനായിരുന്നാലും, ലോകത്തിന്റെ അല്ലെങ്കിൽ നെറുകയിൽ നീ എത്തിയാലും, നീ എത്ര അധികാരമുള്ളവനായിരുന്നാലും, സ്ഥാനമാനങ്ങൾ നീ എത്ര അലങ്കരിച്ചാലും, രാഷ്ട്ര തലവന്മാർ തമ്മിൽ പരസ്പരം ശണ്ട കൂടാതെ, സ്നേഹത്തെ വെച്ചപ്പാടുകളില്ലാതെ സഹോദര ഐക്യം നിലനിർത്തുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. രക്തം ചെയ്യും. ഞങ്ങൾ വേദപുസ്തകം സത്യമായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അതിനകത്ത് കളമ്പൊന്നും ചേർക്കത്തില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭയ്ക്ക് ആരോടും വെല്ലുവിളിയില്ല. നിങ്ങൾ നോക്കുക, ക്രൈസ്തവ സഭയെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആരെയെങ്കിലും വെല്ലുവിളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് ആ സ്വഭാവമില്ല. കാരണം ഞങ്ങളുടെ മേൽ ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം ഞങ്ങളെ സൗമ്യതയിലേക്കും താഴ്മയിലേക്കും കൊണ്ടുവരുന്നതാണ്. അഭിഷേകം ഞങ്ങൾക്ക് ദീർഘക്ഷമ നിൽക്കുന്നതാണ്. കലഹിച്ച് നിൽക്കുന്ന സകലം ചേർത്ത് ഒരുമിപ്പിച്ച് നിർത്തുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷേകം. അതുകൊണ്ട് അത് ഒച്ചപ്പാടുകളില്ലാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ അധികാരിയമായ മർമ്മങ്ങൾ, ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം. പെന്തക്കോസ്ത് നാളിൽ യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയയും ആ യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാർ 12 പേര് അടങ്ങുന്ന 120 പേര് അടങ്ങുന്ന ആ സംഘത്തിന്മേൽ, ഹല്ലേലൂയ, ഹെർമോന്യ മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ലോകത്തിന്റെ മാലിന്യമേശാത്ത നിശബ്ദമായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാം അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അവരെല്ലാം ആത്മാവിൽ നിറയപ്പെട്ട ഐക്യതയുടെ അനുഭവം. ഹല്ലേലൂയ. ഇന്നതൊക്കെ എവിടെ പോയെന്നേ? ഇന്നതൊക്കെ എവിടെ പോയി? വാതോരാതെ പ്രസംഗിക്കുന്നവരാണ്, വലിയ പ്രാസത്തിൽ സംസാരിക്കുന്നവരാണ്, പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി, പ്രസംഗത്തിന് അല്ലെങ്കിൽ ശക്തി കൂട്ടാൻ വേണ്ടി പലതും കണ്ടുപിടിച്ച പല മോഡലും മാതൃകയിലും പ്രാസമനുസരിച്ച് പ്രസംഗിക്കുന്ന ശ്രോതാവി ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, സകല ജനത്തെ ചേർത്ത് ഒരുമിപ്പിച്ച് നിർത്തുവാൻ ദൈവം നിലവിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ആ അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ? ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയാണെങ്കിൽ എല്ലാ പ്രവാചകന്മാരും പ്രതികാരത്തോടെ ഓരോരുത്തരെ കുത്തി സംസാരിക്കുക. എല്ലാം കൊണ്ട് കേട്ടോ, എല്ലാ വിഭാഗവും ഉണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തനി പുഴുക്കലരി എന്ന് പറയുന്ന പോലെ, നമ്മൾ പണ്ട് റേഷനിലെ പുഴുക്കലരി എന്ന് പറയലേ, പുഴുക്കലരി എന്ന് പറഞ്ഞാൽ പുഴുവുണ്ട്, കല്ലുണ്ട്, അരിയുണ്ട്. അതുകൊണ്ട് പുഴുക്കലരി എന്ന് പറഞ്ഞവരാണ് ഇന്നത്തെ കാലത്ത് ദൈവസഭ എന്ന് പറയുന്നത്. പുഴുക്കലരി പോലെ പുഴുവും കല്ലും അരിയും കൂടെ ചേർന്ന് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവസഭ എത്തി. ഇനി ദൈവസഭയെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ പുഴുക്കലരി പോലെ എന്ന് പറഞ്ഞവരെ, ഈ കുരുമുളക് ഉണങ്ങിയതും ഈ പപ്പായയുടെ പഴുത്ത പപ്പായയുടെ കുരു കൂടെ ഉണങ്ങിച്ച് ഒന്നിച്ചിട്ട് നോക്കിയാൽ രണ്ടും കുരുമുളക് പോലെ ഇരിക്കും. ഹല്ലേലൂയ. അതിനകത്ത് കുരുമുളക് ഉണങ്ങിയത് ഏതാ, പപ്പായയുടെ കുരു ഉണങ്ങിയത് ഏതാണെന്ന് അറിയത്തില്ല. രണ്ടും ഒരുപോലെ കിടക്കും. പിന്നെ അത് തിരിച്ചങ്ങനെ കടിച്ചു നോക്കണം. ഹല്ലേലൂയ. എരിവുള്ളതിന് കുരുമുളകൊന്നും, എരിവില്ലാത്തതിന് പപ്പായുടെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് അഭിഷേകം നഷ്ടപ്പെട്ട് പുഴുക്കലരി പോലെ ഈ പപ്പായും കുരുമുളകും ഒന്നിച്ചുണങ്ങി എരിവുള്ളതും ഇല്ലാത്തതും കിടക്കുന്നത് പോലെ സഭയുടെ അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുന്നു. സഭയുടെ അഭിഷേകം നടത്തുന്നത് പറഞ്ഞാല് വിശുദ്ധിയോടെ ജീവിക്കുന്നവന്റെ അഭിഷേകമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് അത്രമാത്രം ലോകത്തിലേക്ക് സഭ ഇറങ്ങി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്വഭാവി, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമനോഹരമാകുന്നു. ഇവിടെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കണ്ടാൽ ഒന്ന് കൈകൊടുക്കും, ഒരു ക്രൈസ്തവരോട് പറയത്തില്ല. ഒരു മറ്റൊരു പാസ്റ്ററെ കണ്ടാൽ വലിയ മുഖം താഴ്ത്തി പോകും. രണ്ടുപേരും ഒന്നിച്ചുകൂടി അടുത്ത സഭയെക്കുറിച്ച് കുറ്റം പറയും. പാസ്റ്ററായാലും വിശ്വാസിയായിരുന്നാലും ക്രൈസ്തവ സമൂഹം
ഒന്നിച്ചു കൂടിക്കഴിഞ്ഞ തമ്മിലടിയ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തിന്റെ ചില പള്ളികളിൽ കാണത്തില്ലേ, ആമയ്ക്ക് രണ്ട് ചേരികൾ തിരിഞ്ഞടി ഉണ്ടാക്കുന്നേ. കാരണം ഐക്യത നഷ്ടപ്പെട്ടു. ഐക്യത നഷ്ടപ്പെട്ട പിന്നെ അവിടെ കോലാഹലങ്ങളാണ്, ഒച്ചപ്പാടുകളാണ്. അവിടെ ആർക്കും ആത്മസംയമനമില്ല. അതുകൊണ്ടാണ് സദൃശ്യവാക്യം നമ്മൾ വായിക്കും കാണുന്നുണ്ട്, ആത്മസംയമനമില്ലാത്ത മനുഷ്യൻ മതിലിടിഞ്ഞ് കിടക്കുന്ന പട്ടണം പോലെ. മതിലിടിഞ്ഞ് കിടക്കുന്ന പട്ടണം എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ആർക്കും എപ്പോഴും വന്ന് കയറാം. എല്ലാ വന്യമൃഗങ്ങൾക്കും ഇഴഞ്ഞാതുകൾക്കും എല്ലാത്തിനും വന്ന് കയറാം. അല്ലേലിയ, മതിലിടിഞ്ഞ് കിടക്കുന്ന പട്ടണത്തിലേക്ക്. എന്നാൽ മതിൽ കെട്ടി സൂക്ഷിച്ചിരിക്കുന്ന പട്ടണമാണെങ്കിൽ അതിനകത്തേക്ക് എല്ലാവർക്കും നുഴഞ്ഞു കയറാൻ പറ്റത്തില്ല. അതിന് സുരക്ഷിതമായി മതിലുണ്ട്. അതുകൊണ്ടാണ് വാചനം പറഞ്ഞ ആത്മസംയമനം. ആത്മാവിന്റെ ചുറ്റും ആത്മീയ ജീവിതത്തിൽ നിന്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവുന്ന മതിൽ കൊണ്ട് നീ വേർതിരിച്ചില്ലെങ്കിൽ നിന്റെ ഉള്ളിലേക്ക് സകലതും വന്ന് കയറും. പിന്നെ നിന്റെ അഭിഷേകം നഷ്ടപ്പെട്ട് നീ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നതായി മാറും. അതുകൊണ്ട് അനുഗ്രഹം നഷ്ടപ്പെട്ടു, സഭയുടെ അനുഗ്രഹം നഷ്ടപ്പെട്ടു, വിശ്വാസ അനുഗ്രഹം നഷ്ടപ്പെട്ടു, സൗഖ്യത്തിന് ശുശ്രൂഷ വെളിപ്പെടുന്നില്ല. ഇന്ന് ജനത്തിൽ സൗഖ്യം സംഭവിക്കുന്നില്ല, ദൈവജനത്തിൽ സത്യങ്ങൾ നിറവേറുന്നില്ല, വാക്തത്വങ്ങൾ നിറവേറുന്നില്ല. എല്ലാവരും കരഞ്ഞ് കലങ്ങി പല്ല് കടിച്ച് മുറുമിയിരിക്കുക. എല്ലാവരും മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. വെള്ളം ഉടുപ്പിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് കറുത്ത പാൻറ്റിട്ട് ജുബയിട്ടത് കൊണ്ടോ, വേദപുസ്തകം കയ്യിൽ പിടിച്ചത് കൊണ്ടോ, നല്ല പ്രാസത്തിനടുത്ത് പ്രസംഗിച്ചത് കൊണ്ടോ നാം ഒരു ഭക്തനായിരിക്കണമെന്നില്ല. അല്ലേരിയ, ഒരു ഭക്തന്റെ വേഷം എന്ന് പറഞ്ഞാൽ സകലരെയും ചേർത്ത് പിടിക്കുകൊണ്ട് ഒരു അഭിഷേകം വേണം. അല്ലേരിയ, സകലരെയും ശത്രുവിനെ സ്നേഹിപ്പാൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു അഭിഷേകം ഉണ്ടായിരിക്കണം ഭക്തൻ എന്ന് പറയുന്ന വ്യക്തിക്ക്. അല്ലേലിയ, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടായാലും, ഭക്തി ദൈവഭക്തി, അല്ലാതെ മൂർഖം പാമ്പിന്റെ ഭക്തി അല്ല വേണ്ടിയത്. പ്രീശ്വരോട് അല്ലേലിയ. മാനസാന്തരപ്പെടാൻ ദൈവം സമയം തന്നിട്ട് നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിന്റെ മേൽ വരും. പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, 2 പത്രോസിന്റെ ലേഖനം നമ്മൾ വായിക്കും 3-ാം അധ്യായത്തിലേക്ക് വരും. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനടുത്ത് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പാപത്തിന്റെ സ്വഭാവത്തെ, നീ ചെയ്തു കൂട്ടിയ കോലാഹലങ്ങളെ, ഒച്ചപ്പാടുകൾ, നീ ഉണ്ടാക്കിയ സഭയ്ക്കകത്തെ വിള്ളലുകളെ, പ്രതിസന്ധികളെ എല്ലാം നീ നീക്കിക്കളഞ്ഞ് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ ദൈവം നിന്നോട് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുമ്പോൾ, അല്ലേരിയ, ചില താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി അവൻ ഇച്ഛിച്ച് നമ്മുടെ ദീർഘക്ഷമ കാണിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര, നിന്റെ മാനസാന്തരത്തിന് വേണ്ടി ദൈവം നിനക്ക് തരുന്ന അവസരത്തെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം വീണ്ടും നാം ദൈവത്തിന് വചനം, ദൈവത്തിന്റെ ജനം, ദൈവത്താൽ ചേർക്കപ്പെട്ട ജനം ദൈവാത്മാവിൽ ഒത്തൊരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ കർത്താവ്, ഹല്ലേലൂയ, അവരുടെ മധ്യേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ അയക്കും. ലോക സ്ഥാപനത്തിനു മുമ്പേ മുൻനിയമിക്കപ്പെട്ട ദൈവമക്കൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് വന്നവർ ഒന്നിച്ചു കൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 119-ാം സങ്കീർത്തനം 63-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സ്തോത്രം, നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു. എന്താണ് വചനം പറയുന്നത്? നിന്നെ ഭയപ്പെടുകയും നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ടവന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ദൈവമക്കളെയും നാം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യേണ്ടതാണെന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ദൈവമക്കളോടും എല്ലാവരോടും നമ്മൾ സമാധാനം ആചരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 12:14 വായിച്ച കാണാൻ കഴിയും, എല്ലാവരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാവരോടും സമാധാനം ആചരിച്ച് നീ ശുദ്ധീകരണം പ്രാപിക്കണം. രക്തം ചെയ്യും. അഭിഷേകം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നാം ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. വാക്കുകൾ നാവിനെ ശുദ്ധീകരിക്കണം. അഭിഷേകം ദൈവം നമ്മളെ തന്ന ആത്മാവിൽ, ശരീരവാസികൾ ആത്മാവ് നിറച്ചു കഴിയുമ്പോൾ നമ്മുടെ ആദരങ്ങൾ കൊണ്ട് നാം പുറത്തേക്ക് പറയുന്ന അഭിഷേകത്തിന്റെ രുചിയുള്ളതായിരിക്കണം.
ഹല്ലേലൂയ. നിന്റെ വാക്കുകൾക്കകത്ത് സൗരഭ്യമുണ്ടായിരിക്കണം. നിന്റെ വാക്കുകൾ ദുർഗന്ധം വമിക്കുന്നതാകരുത്. നിന്റെ വാക്കുകൾ സൗരഭ്യമായിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, അവരെ കരുതുവാൻ, അവരുടെ സ്നേഹത്തോട് ഇടപെടുവാൻ, അവരുടെ സങ്കടങ്ങൾ കേൾക്കുവാൻ, അവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ, അവരുടെ കഷ്ടതയിൽ അവരെ സഹായിപ്പാൻ, രോഗക്കിടക്കയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ദൈവം നിനക്ക് തന്നതാണ് അഭിഷേകം. ആ അഭിഷേകമാണ് നിന്നിൽ നിറയുന്നതെങ്കിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭ മനോഹരം എന്ന് പറഞ്ഞ പോലെ ഈ വാചകം നിന്നിൽ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നമാവേ, നാം മാനസാന്തരപ്പെടണം. ഈ ക്രൈസ്തവ സമൂഹം കള്ളു കുടിക്കും, അതിൽ വീടി വലിക്കും, മുറുക്കും. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രൈസ്തവനാ കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഈ വഴിയിൽ ഇങ്ങനെ ഈ വെറ്റമുറുക്കൊക്കെ കൊടുക്കുന്ന ഈ ഒരു ചെറിയ മേശയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കീഴിൽ ഒരുത്ത പമ്മി ഇരിക്കും. ആ പമ്മി ഇരുന്ന് അടിയിൽ നിന്ന് പിന്നെ പുകയൊക്കെ എടുത്തിട്ട് തേച്ച് കൊടുക്കും. ഈ മുമ്പിൽ നിൽക്കുന്നവൻ ഇതേയും വാങ്ങി ചവച്ചു തുപ്പും. ഞാൻ ഒരു ക്രൈസ്തവനോട് ഒന്ന് അമേരിക്കയിലെ ക്രൈസ്തവ വിശ്വാസിയാ, എനിക്ക് പുള്ളി നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം എന്നെ കണ്ടവർ തല പൊലിച്ച് ഞാൻ കാണാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഞാൻ കണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. എന്നിട്ട് പുള്ളി അടുത്ത് നിന്ന് ആളോട് സംസാരിക്കാൻ ഞാൻ പൊക്കോട്ടെന്നും കണ്ട് ലേലിയ. അപ്പം ഞാൻ എന്തായാലും മനസ്സിലായി, ഞാനതിൽ പോകുന്നില്ല. ഞാൻ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഈ പുള്ളിക്ക് വായി കിടക്കുന്ന ഈ മുറുക്കാണ്ട് തുപ്പാനും പറ്റത്തില്ല, ഇറക്കാനും പറ്റില്ല. പണ്ട് ആൾക്കാർ പറഞ്ഞ പോലെ മതിരിച്ചിട്ട് തുപ്പാനും പറ്റത്തില്ല, കഴിച്ചിട്ട് ഇറക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഈ ക്രൈസ്തവ വിശ്വാസി ഈ സാധനം മേടിച്ച് ചവച്ചുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. ചവച്ചുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. പുള്ളിക്ക് ആകെപ്പാടെ വിമിഷ്ടമായി വിറയില തുടങ്ങി. ഞാൻ കണ്ടുപോയല്ലോ. ഞാൻ അവിടെ കൊണ്ട് നിർത്തുകയും ചെയ്തു. ഞാൻ മനസ്സറിഞ്ഞ് നിർത്തിയതാ കേട്ടോ. കാരണം ഇവനത് മനസ്സിലായി. എടാ, എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യ, നിനക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ വഴിയിൽ കാണുന്ന കച്ചറയൊന്നും വാങ്ങി നീ വായിലിടത്തില്ല. നീ അഭിഷേകമുള്ളവനാണെങ്കിൽ നീ ഇതിന്റെ നാവ് കൊണ്ട് നീ കള്ളു കുടിക്കത്തില്ല, വീടി വലിക്കത്തില്ല, സിഗരറ്റ് വലിക്കത്തില്ല, മുറുക്കത്തില്ല, ഈ തുളസിപ്പാക്ക് മേടിച്ച് പാൻപരാഗത്തില്ല, MDMA അടക്കമുള്ള ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കത്തില്ല. നിന്റെ നാവ് കൊണ്ട് നീ അസഭ്യം വിളിച്ച് പറയത്തില്ല, ചീത്ത വിളിച്ച് പറയത്തില്ല. നിന്റെ നാവ്, നിന്റെ ആദരങ്ങൾ കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആദരബല വന്ന സ്തോത്രയാഗമായിരിക്കും നിന്റെ ആദരത്തിന്. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ, പരിശുദ്ധമാവുണ്ടെങ്കിൽ, ഇതില്ലാത്ത നീ എല്ലാ കച്ചറയും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിശ്രോതാവേ, നമുക്ക് മടങ്ങി വരാം. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ആദിമ അപ്പോസ്തലന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതിന്റെ മുഖ്യ കാരണം അവരിൽ കാണപ്പെട്ട ഐക്യതയാ. അവർ ശുശ്രൂഷയിൽ ഒത്തൊരുമിച്ച് നിന്നു. ക്രിസ്തുവിനെ കുറിച്ച് അറിയുന്നതിൽ ഒത്തൊരുമിച്ച് അവർ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോയി. അതൊരു ഉണർവിന്റെ കാറ്റായി മാറി. ഹല്ലേലൂയ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും പ്രകൃതി ഒന്നല്ലതാനും. അതുപോലെ തന്നെ പലരായ ക്രിസ്തുവിന്റെ ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങൾ ആകുന്നു. റോമാലേഖനം 12:4-5 വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. വിശ്വാസികൾ പല കുടുംബത്തിലാണെങ്കിലും, പല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെങ്കിലും അവർ ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ, ഹല്ലേലൂയ, അവർ ആത്മാവിൽ ഒന്നിച്ച് ഐക്യതയുള്ളവരായി മാറണം. ഹല്ലേലൂയ. വായിച്ച വചനത്തിൽ നിൽക്കിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിയ എത്ര ശുഭവും മനോഹരമാകുന്നു. ഐക്യം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, സ്നേഹം നടത്ത് നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും നീക്കിക്കളഞ്ഞ് നിന്ത് പകർന്ന് ദൈവത്തിന് ശാന്തമായി സമർപ്പിച്ച് കർത്താവേ, എനിക്ക് എല്ലാവരെയും കാണുവാനും കേൾക്കുവാനും ചേർത്ത് പിടിക്കുവാനുള്ള അഭിഷേകം നൽകണം. പെന്തക്കോസ്ത് നാളിൽ പല രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് ചേർന്നതുപോലെ ആ ഒത്തൊരുമയുടെ അനുഭവം എനിക്ക് നൽകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഇന്ന് പകലിന്റെ ബന്ധനം അഴിയുക തന്നെ ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസം ഉരുട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെ, കേരളത്തിൽ ലോക രാജ്യം 800 കോടി ജനത്തിനായി എല്ലാ ഭരണ സംവിധാനങ്ങളും, എല്ലാ അധികാരവർഗങ്ങളെയും, രാജ്യരാഷ്ട്രങ്ങളിലും എല്ലാ ഭരണവന്മാരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥന സഭയ്ക്കായി, സഭയുടെ നേതാക്കന്മാരെല്ലാം ആമി വിശ്വാസ സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മത നേതാക്കന്മാർക്ക് വേണ്ടി, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യൗവനത്തിൽ വാർദ്ധക്യം, ധ്യാനം, വൃത്തന, അസമ, യാച, റോഹണ, ചോട്ടൽ തടവറയിലായിരിക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. എല്ലാ ദ്വീപവാസികളെ, എല്ലാ ഗോത്രഭാഗങ്ങളെയും, ആദിവാസി ട്രൈബൽ മേഖലയിലും സകല ജനത്തെയും, വഴിയിൽ കിടക്കുന്ന യാചകം തൊട്ട് കോടീശ്വരം വരെ ആയിരുന്നാൽ പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും ഒത്തൊരുമിച്ച് ഓരോരുത്തർ ചേർത്ത് പിടിക്കുവാനുള്ള ആ ഓരോരുത്തരും കഷ്ടത്തിൽ പങ്കാളിയായി അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ, സൗരഭ്യത്തിന്റെ വാക്കുകൾ പകർന്നു കൊടുക്കുന്ന അഭിഷേക തൈലത്തം നിറയപ്പെട്ട ഐക്യയുടെ ആത്മാവിൽ എല്ലാ ജനം നിറയപ്പെടുന്ന കുടുംബത്തിനകത്ത് തൊട്ട് കർത്താവ് ആ ഐക്യത നിലനിൽക്കുവാനും സഭയ്ക്കകത്ത് നിലനിൽക്കുവാൻ സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സകല മക്കൾ എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.